നമ്മുടെ FX കേരള ഗ്രൂപ്പിൽ നമ്മൾ മിക്ക ദിവസങ്ങളും എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഈ ഒരു ചാർട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു ചാർട്ട് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ അവർ പേഴ്സണൽ മെസ്സേജ് അയക്കുക എന്താണെന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതൊരു ബുക്ക് മാപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് നമുക്ക് ഇത്തരത്തിലൊരു ചാർട്ട് കിട്ടുന്നത്. ഈ ഒരു ചാർട്ട് ലൈവായിട്ടുള്ള ലിക്വിഡിറ്റി എവിടെയാണ് ഇരിക്കുന്നത് എന്ന്, അതായത് ബിഗ് പ്ലേയേഴ്സ് എവിടെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ബ്ലഡായ ലിക്വിഡിറ്റി എവിടെയാണ് ഉള്ളതെന്ന് ലൈവായിട്ട് തന്നെ മനസ്സിലാക്കാനുള്ള ചാർട്ടാണ്. നമുക്ക് അതുപോലെ തന്നെ എന്താണ് ഈ ബോൾ പോലെ ഇരിക്കുന്ന സംഭവങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് കുറേ പേര് ഡൗട്ട്സ് ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് വരാം. അതുപോലെ ബുക്ക് മാപ്പിൻ്റെ പ്രൈസ് എങ്ങനെ, ബുക്ക് മാപ്പ് എങ്ങനെ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. അതിന് ബുക്ക് മാപ്പിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് നിങ്ങൾ ആദ്യം ഒരു ബേസിക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് മാപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ തന്നെ ഒത്തിരി നല്ല വീഡിയോസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ലൈവ് സെഷൻസും കാര്യങ്ങളുണ്ട്. അതും പരമാവധി അറ്റൻഡ് ചെയ്യാൻ നോക്കിയാൽ നമുക്കൊരു ബേസിക്സ് കിട്ടും. ഇനി അതിനുശേഷം ബുക്ക് മാപ്പിൽ നടക്കുന്ന ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും എല്ലാം കൂടിയൊക്കെ വരുമ്പോൾ ഒത്തിരി കോസ്റ്റ് വരുന്നതാണ്. അതുപോലെ തന്നെ $79 അടുത്തൊരു മന്ത്ലി കോസ്റ്റ് വരും എല്ലാ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ. ബേസിക് വെർഷൻ ഉണ്ട്, അവൈലബിൾ ആണ്. ബേസിക് ആകുമ്പോൾ നമുക്ക് ഗോൾഡിൻ്റെ ചാർട്ട് അങ്ങനെയുള്ള ചാർട്ടൊന്നും കിട്ടില്ല. ആകെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ക്രിപ്റ്റോൻ്റെ ഇത് ഫ്രീ ആയിട്ട്, ലിക്വിഡിറ്റി ഫ്രീ ആയിട്ട് കിട്ടും. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇവരുടെ ഓരോ ആഡ് ഓൺസ് ഉണ്ട്. ഈ ആഡ് ഓൺസിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോരോ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് പ്ലേയേഴ്സ് മൂവ്മെൻറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിനകത്ത് ഉള്ളത്. അത് TTWT, അതുപോലെ തന്നെ സ്വീപ്പ് ചെയ്ത് പോകുമ്പോഴുള്ള ഇൻഡിക്കേറ്റേഴ്സ്, കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് നമ്മളെല്ലാം വാരി വലിച്ച് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് നടക്കില്ല. കാരണം കുറേ കാര്യങ്ങളൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. നമ്മുടെ ഓർഡർ ഫ്ലോ പോലെ തന്നെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റവും കൂടിയാണ് ഈ പറയുന്ന ബുക്ക് മാപ്പ്. നമുക്കിനി ബുക്ക് മാപ്പിൽ എങ്ങനെ കാര്യങ്ങൾ റീഡ് ചെയ്യാം എന്നുള്ള അത് നമുക്ക് നോക്കാം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ശരിക്കും മാർക്കറ്റിൻ്റെ ബ്ലഡാണ്. ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇല്ല, നമുക്ക് ട്രേഡിങ് നടക്കില്ല. നമുക്ക് അതുപോലെ തന്നെ ഒരു ലിക്വിഡിറ്റി ഇല്ലാത്ത സ്ഥലത്തേക്ക് മാർക്കറ്റിന് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ലിക്വിഡിറ്റി എവിടെയാണോ, ബിഗ് പ്ലേയേഴ്സ് എവിടേക്കാണോ അവർ ആഗ്രഹിക്കുന്നത് അവിടേക്ക് മാർക്കറ്റിനെ എത്തിക്കുമ്പോൾ ഈ ലിക്വിഡിറ്റിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മാഗ്നറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലേക്ക് ഒരു 90% വരും. ഇനി ആ ഏരിയയിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ ആക്ടിവിറ്റിയാണ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ആദ്യം ബേസിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന കുറച്ച് വേർഡ്സാണ് ലിമിറ്റ് ഓർഡർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ലിക്വിഡിറ്റി 2 തരത്തിലുണ്ട്. നമുക്ക് ലിക്വിഡിറ്റി ലോങ് ടൈം ലിക്വിഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഏത് ഏരിയയിലാണോ ബിഗ് പ്ലേയേഴ്സ് ഉള്ളത് ആ ഒരു ഏരിയ, നമുക്കിപ്പോൾ ഒരു ഗോൾഡൊക്കെ ആണെങ്കിൽ മോർണിംഗ് തുടങ്ങി അല്ലെങ്കിൽ തലേ ദിവസം കിടന്ന ലിക്വിഡിറ്റി ബിഗ് പ്ലേയേഴ്സ് അത് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊരു ലോങ് ടൈം ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി ഇതുപോലെ കാണിക്കും, ഈ ഒരു ലൈൻ പോലെ. നമുക്ക് ആ സ്ട്രോങ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ആണെങ്കിൽ അതിൻ്റെ കളർ ഇതുപോലെ റെഡിഷ് കളർ കൂടി വരും. കുറച്ച് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുമ്പോൾ, കുറച്ച് ഓർഡറുകളൊക്കെ ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ വരുന്നത്. ഈ ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് അറിയാൻ പറ്റും, ഓർഡർ ഫ്ലോയുടെ ഇതിൽ അറിയാൻ പറ്റും എത്ര ഓർഡർ പെൻഡിങ് ഉണ്ട്. അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലെ ചാർട്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബോൾ പോലെ കാണുന്നത് ചിലപ്പോൾ വലിയൊരു ബോൾ പോലെയൊക്കെ കാണിക്കും. റെഡ് ഇതാണ് കാണിക്കണമെങ്കിൽ അത്രയും അവിടെ നമുക്കൊരു ക്യാൻഡിൽസ്റ്റിക്കിൽ വരുന്ന വലിയ മൂവ്മെൻറ്റ്സിനനുസരിച്ചിട്ടാണ് ആ ബോളിൻ്റെ തിക്നെസ്സും കാര്യങ്ങളും വരുന്നത്. ഒരു 90% ലിക്വിഡിറ്റിയിലേക്ക്, മാർക്കറ്റിൻ്റെ ലൈവായിട്ടുള്ള ലിക്വിഡിറ്റിയിലേക്ക്. ഇപ്പോൾ ICT ഒക്കെ പഠിച്ചവർക്ക് ഒരു മിസ്റ്റേക്ക് പറ്റുന്നത് വെച്ചാൽ എവിടെയാണ് ലിക്വിഡിറ്റി കിടക്കണേന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ എപ്പോഴും ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്തതിന് ശേഷം നമ്മളൊരു ട്രേഡ് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നിങ്ങളിപ്പോൾ ബൈ ആയിക്കോട്ടെ സെല്ലായിക്കോട്ടെ, അതിനൊരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു മാർക്കറ്റിൽ വരുന്ന മൂവ്മെൻറ്റ്സിനനുസരിച്ചിട്ട് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90% നിങ്ങളുടെ ഒരു പരിധി വരെയുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളും വിജയിക്കും. കാരണം ലിക്വിഡിറ്റിയാണ് മാർക്കറ്റിൻ്റെ ബ്ലഡ് എന്ന് പറഞ്ഞു. അത് അവരെടുത്തു, അവർ ബൈയിങ്ങിലേക്കാണോ പോയത്, സെല്ലിങ്ങിലേക്കാണോ പോയത്, അത് അറിയാനായിട്ട് നിങ്ങൾ നേരെ ഓർഡർ ഫ്ലോ പോകുമ്പോഴാണ് ഇതിൻ്റെ കൺഫർമേഷനും കാര്യങ്ങളും അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ലിക്വിഡിറ്റി ഇത് കുറേ നേരം കിടന്ന ലിക്വിഡിറ്റി, ആ ലിക്വിഡിറ്റി അതിപ്പോഴും ഫുള്ളായിട്ട് ലിക്വിഡിറ്റി എടുത്തില്ല. പക്ഷേ അപ്പോഴേക്കും നമുക്ക് ഇവിടെ എന്തെങ്കിലും കൺഫർമേഷൻ ഓർഡർ ഫ്ലോയിൽ നമുക്ക് ഇതിനനുസരിച്ചിട്ടുള്ള കൺഫർമേഷൻ കിട്ടും. ഇതാണ് ലൈവായിട്ടുള്ള ലിക്വിഡിറ്റി നോക്കുന്ന ഒരു റീഡ് ചെയ്യുന്ന രീതി. ഇതിപ്പോൾ വളരെ ഈ യെല്ലോ കളർ കാണുന്നത് വളരെ കുറഞ്ഞ ഒരു ലിക്വിഡിറ്റി ആയിരുന്നു ആ സമയത്തുള്ള. മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്ത് വന്നപ്പോൾ ഒരു കുറച്ചും കൂടി ലിക്വിഡിറ്റി അവർ ആഡ് ചെയ്തു. മാർക്കറ്റിൻ്റെ ഒരു പരിധിയിലും ആ ഒരു ഏരിയയിലേക്ക് എത്തിയതിന് ശേഷം ആ ഒരു ഏരിയയിലേക്ക് ഇപ്പോൾ ഈ കാണുന്ന താഴെയൊക്കെ ഈ കാണുന്നതൊക്കെ ലിക്വിഡിറ്റിയൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകും, നമ്മുടെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം എന്താണ് റിവേഴ്സ് പോകുമോ, അത് ഓപ്പോസിറ്റ് പോകുമോ. ചില സമയത്തൊക്കെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷവും മാർക്കറ്റ് താഴത്തേക്ക് പോകും, അല്ലെങ്കിൽ ലിക്വിഡിറ്റി എടുത്തിട്ട് റിവേഴ്സ് പോകും. ഒരു 90% എപ്പോഴും ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം റിവേഴ്സൽ ട്രേഡാണ് ഏറ്റവും കൂടുതൽ ബുക്ക് മാപ്പിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ട്രേഡ് സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് മാപ്പിനെയും കൂടി നിങ്ങൾ പ്ലസ് ചെയ്യാം. നമ്മളെപ്പോഴും ഈ ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം നോക്കി
ട്രേഡ് ചെയ്യാതെ അഡ്വാൻസ് ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ബുക്ക് മാപ്പ്, ഓർഡർ ഫ്ലോ, വോളിയം പ്രൊഫൈൽ, ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ച് ഒരു 90% നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് നിങ്ങൾക്കൊരു ബൈങ് വരാൻ നിങ്ങൾക്ക് ബൈങ് ആയിട്ട് എടുക്കാം. ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നിങ്ങളൊരു താഴത്തേക്കാണ് പോകുമെന്നുള്ള നിങ്ങളുടെ ട്രേഡ് സ്ട്രാറ്റജി അനുസരിച്ച് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊപ്പം ട്രേഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. അഡ്വാൻസ് ആയിട്ടുള്ള ബുക്ക് മാപ്പ് അഥവാ വോളിയം പ്രൊഫൈലും അതുപോലെ ഓർഡർ ഫ്ലോ വെച്ചിട്ടുള്ള ഒരു ട്രേഡ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.